ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എസ് സരസ്വതി എന്ന തെലുങ്ക് മൂവിയാണ്. കഥയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായികയായ ലക്ഷ്മിയാണ്. ലക്ഷ്മിക്ക് 12 വയസ്സുള്ള സരസ്വതി എന്ന് പറയുന്ന ഒരു മകൾ കൂടിയുണ്ട്. ഭർത്താവുമായിട്ട് പിരിഞ്ഞു കഴിയുന്ന ലക്ഷ്മിയുടെ ഏക ആശ്വാസം തന്റെ മകളായിരുന്നു. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നേഴ്സാണ് ലക്ഷ്മി. ജോലിക്ക് പോകുന്ന വഴിക്ക് തന്റെ മകൾ സരസ്വതിയെ സ്കൂളിലാക്കിയ ശേഷമാണ് ലക്ഷ്മി പോകുന്നത്. അന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. കൂടാതെ സരസ്വതിയുടെ ബർത്ത്ഡേയും. സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ കയ്യിൽ മിഠായിയും കൊടുത്തിട്ടാണ് ലക്ഷ്മി അവളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത്. എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു സ്ത്രീയായിരുന്നു ലക്ഷ്മി. ഹോസ്പിറ്റലിലെ രോഗികളെല്ലാം തന്നെ നേഴ്സായ ലക്ഷ്മിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ജോലി കഴിഞ്ഞ് വൈകുന്നേരം സരസ്വതിയെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് ലക്ഷ്മി വരുമ്പോൾ സരസ്വതിയെ മാത്രം അവിടെ കാണുന്നില്ല. ടീച്ചേഴ്സിനോട് അന്വേഷിക്കുമ്പോൾ 7th ബിയിൽ പഠിക്കുന്ന സരസ്വതിയെ അവർ വിളിക്കുന്നു. പക്ഷേ ഇത് ലക്ഷ്മിയുടെ മകൾ സരസ്വതിയായിരുന്നില്ല, മറ്റൊരു കുട്ടിയായിരുന്നു. തന്റെ മകൾ സരസ്വതി എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ലക്ഷ്മി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. നിങ്ങൾ പറയുന്ന പോലൊരു കുട്ടി ഇവിടെ പഠിക്കുന്നില്ല എന്നാണ് ടീച്ചർ പറയുന്നത്. സെക്യൂരിറ്റിയെ വിളിച്ചു ചോദിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ വരുന്നതല്ലേ, ആരുടെ മക്കളാണെന്നും തനിക്കറിയില്ല എന്ന് സെക്യൂരിറ്റിയും പറയുന്നു. സ്കൂൾ മുഴുവൻ പരിശോധിച്ചിട്ടും തന്റെ മകൾ സരസ്വതിയെ കാണാത്ത കാരണം പോലീസുകാരെ ലക്ഷ്മി അവിടേക്ക് വിളിക്കുന്നു. പോലീസുകാര് ടീച്ചേഴ്സിനോട് ചോദിക്കുമ്പോഴും അവർ പറയുന്നത് ഇങ്ങനൊരു കുട്ടി ഇവിടെ പഠിക്കുന്നില്ല എന്നാണ്. പക്ഷേ ലക്ഷ്മി പറയുന്നുണ്ട്, എല്ലാ ദിവസവും ഞാൻ ഇവളെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ജോലിക്ക് പോകുന്നത്. ഇന്ന് അവളുടെ പിറന്നാൾ കൂടിയായിരുന്നു. ഇവിടെ CCTV ക്യാമറ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ക്യാമറ കേടായിട്ട് കിടക്കുകയാണെന്ന് ടീച്ചേഴ്സ് പറഞ്ഞതും പോലീസുകാരന് ഡൗട്ട് തോന്നുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം വിളിച്ച് ചോദ്യം ചെയ്യുന്നു. സരസ്വതിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ കുട്ടി നിങ്ങളുടെ ക്ലാസ്സിലാണോ പഠിക്കുന്നതെന്ന് ചോദിക്കുന്നു. 7th ബിയിലെ തന്റെ മകൾ പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ടും ആ ക്ലാസ്സിലെ കുട്ടികൾ പോലും സരസ്വതിയെ തിരിച്ചറിയുന്നില്ല. അവരെല്ലാവരും പോലീസുകാർ ചോദിച്ചപ്പോൾ ആദ്യം ടീച്ചറിനെയായിരുന്നു നോക്കുന്നത്. കുട്ടികൾ പേടിച്ചിട്ടാണ് എന്നെ നോക്കുന്നതെന്ന് ആ ടീച്ചർ പറയുന്നു. കുട്ടികളല്ലേ, വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും. 24 മണിക്കൂറിനകം തിരിച്ചു വന്നില്ലെങ്കിൽ മാത്രം മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് പോലീസുകാരന് വേറെ ജോലിയുള്ളത് കൊണ്ട് അയാൾ ആ വഴിക്ക് പോയി. തന്റെ ഏരിയയിലെല്ലാം തന്നെ ലക്ഷ്മി സരസ്വതി അന്വേഷിച്ച് നടന്നു. എവിടെ നിന്നും തന്റെ മകളെ കണ്ടെത്താൻ ലക്ഷ്മിക്ക് സാധിച്ചില്ല. ആകെ വിഷമിച്ച് വീട്ടിലിരിക്കുമ്പോൾ സരസ്വതിയുടെ കോള് ലക്ഷ്മിക്ക് വരുന്നുണ്ട്. ഞാൻ സ്കൂളില് പ്രിൻസിപ്പലിന്റെ റൂമിന്റെ ബാക്കിലായിട്ടുള്ള റൂമിലുണ്ടെന്നും പ്രിൻസിപ്പലും വേറെ 2 ആൾക്കാരും ചേർന്ന് തന്നെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടായിരുന്നു സരസ്വതി ലക്ഷ്മിയെ വിളിച്ചത്. ആകെ ടെൻഷനായിട്ട് ലക്ഷ്മി മറ്റാരോടും ഇത് പറയാതെ നേരെ സ്കൂളിലേക്ക് പോകുന്നു. അവിടെ ചെന്ന ലക്ഷ്മി കാണുന്നത് തറയിൽ വീണ് കിടക്കുന്ന സരസ്വതിയായിരുന്നു. അവളുടെ ശരീരത്തിൽ നിന്ന് രക്തം പോകുന്നുണ്ടായിരുന്നു. പ്രിൻസിപ്പലും മറ്റു 2 പേരും ഉൾപ്പെടെ അവളെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്തതാണെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. അതിലൊരാളുടെ ഫോണിൽ നിന്നായിരുന്നു സരസ്വതി ലക്ഷ്മിയെ വിളിച്ചത്. ആ ഫോണില് സരസ്വതി റേപ്പ് ചെയ്യുന്ന രംഗങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. സരസ്വതിയെ ഉപദ്രവിച്ച ആൾക്കാരെ എല്ലാം തന്നെ ലക്ഷ്മിയും കണ്ടു. ദേഷ്യത്തിലും സങ്കടത്തിലും ആ കാഴ്ച കണ്ടു നിൽക്കാൻ വയ്യാതെ അവൾ ആ ഫോൺ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ലക്ഷ്മി വന്ന സമയത്ത് സരസ്വതിക്ക് ചെറിയ രീതിയിൽ ബോധം ഉണ്ടായിരുന്നെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ കുറെ നേരം ലക്ഷ്മി സരസ്വതിയുടെ ഡെഡ് ബോഡിയുടെ അടുത്ത് തന്നെ കിടന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ അവൾ സ്റ്റേഷനിലേക്ക് വന്ന് പരാതി കൊടുക്കുന്നതാണ്. തന്റെ മകൾ പ്രിൻസിപ്പലിന്റെ റൂമിന്റെ ബാക്കിൽ വെച്ചിട്ട് ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി എന്നും പ്രിൻസിപ്പലും വേറെ 2 പേരും ചേർന്നിട്ട് അത് ചെയ്തതെന്നും തന്റെ മകൾ കൊല്ലപ്പെട്ടുവെന്നും. ഇതെല്ലാം കേട്ട പോലീസുകാരൻ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. മകളുടെ ഡെഡ് ബോഡി എവിടെ, എത്രയും പെട്ടെന്ന് പോലീസുകാരെ സ്കൂളിലേക്ക് അയക്കണമെന്നൊക്കെ അയാൾ പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ആ ബോഡി ഞാൻ കുഴിച്ചിട്ടുവെന്ന്. നിങ്ങൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നതെന്ന് പോലീസുകാരൻ അവളോട് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ആ നേരത്ത് എനിക്ക് അങ്ങനെ ചെയ്യാനാ തോന്നിയതെന്ന്. അല്ലെങ്കിൽ എല്ലാവരും എന്റെ മകളെ റേപ്പിനിരയായ പെൺകുട്ടിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തൊക്കെയായാലും നിങ്ങളുടെ മകളോട് ഇത് ചെയ്ത ആൾക്കാർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കണമെങ്കിൽ ആ ബോഡി ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുമെന്നും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും പോലീസുകാരൻ പറഞ്ഞപ്പോൾ ലക്ഷ്മി ബോഡി കുഴിച്ചിട്ട സ്ഥലത്തേക്ക് പോലീസുകാരെ കൊണ്ടുപോകുന്നു. അവൾ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവർ കുഴിച്ചു നോക്കിയെങ്കിലും അവിടെ ഒന്നും ബോഡി കിട്ടുന്നില്ല. ആ ഭാഗത്തൊരു വാച്ച്മാൻ ഉണ്ടായിരുന്നു. തലേന്ന് രാത്രി ഇവരിവിടെ എന്തോ കൊണ്ടുവന്ന് കുഴിച്ചിരുന്ന കണ്ടുവെന്ന് ആ വാച്ച്മാനും പറയുന്നു. പക്ഷെ അപ്പോഴും സരസ്വതിയുടെ ബോഡി എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ലക്ഷ്മി പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് ഈ പോലീസുകാരന് ഡൗട്ട് തോന്നാൻ തുടങ്ങി. ഒടുവിൽ ലക്ഷ്മി പറയുന്നുണ്ട്, സരസ്വതിയെ കണ്ടുകിട്ടിയത് ആ പ്രിൻസിപ്പലിന്റെ റൂമിന്റെ ബാക്കിലുള്ള റൂമിൽ നിന്നാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഫോണിൽ നിന്ന് അവൾ എന്നെ വിളിച്ചത്. ആ ഫോണിൽ അവളെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. പോലീസുകാരെയും കൂട്ടി ലക്ഷ്മി നേരെ സ്കൂളിലേക്ക് എത്തിയെങ്കിലും ഇപ്പോൾ ആ റൂമെല്ലാം തന്നെ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. തലേന്ന് രാത്രി താൻ കണ്ട പോലെയല്ല ഈ റൂമെന്ന് ലക്ഷ്മി പറയുന്നു. ആ ഫോണും അവിടെ കാണാനില്ല. ഇവർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു തെളിവില്ലാത്ത കാരണം പോലീസുകാരൻ പിന്നെ ആ കേസിന്റെ പിറകെ പോയില്ല. ലക്ഷ്മി അപ്പോഴും പല വക്കീലുകളെയും കാണുന്നുണ്ടായിരുന്നു. ആരും തന്നെ അവളുടെ കേസ് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ രാമാനുജൻ എന്ന് പറയുന്ന ഒരു വക്കീല് മാത്രം അവളുടെ നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് ആ കേസ് എടുക്കാൻ തയ്യാറായി. ഒരമ്മയും തന്റെ മകളെ പറ്റി ഇങ്ങനൊരു കള്ളത്തരം പറയില്ല എന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. മറ്റുള്ളവരാരും തന്നെ അവൾക്ക് ഇങ്ങനൊരു മകളുണ്ടെന്ന് പോലും വിശ്വസിച്ചില്ല. രാമാനുജൻ തന്റെ അസിസ്റ്റന്റിനെ വിട്ട് അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി സരസ്വതിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള മിസ്സിംഗ് കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന്. പോലീസുകാരനോട് രാമാനുജൻ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ആ സ്ത്രീക്ക് അങ്ങനൊരു മകളുണ്ടെന്നുള്ള തെളിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനൊരു കേസ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാതിരുന്നതെന്ന്. ആ കുട്ടിയുടെ ഡെഡ് ബോഡിയും കിട്ടിയില്ല, ഒരു വീഡിയോ എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഫോണും കിട്ടിയില്ല. തന്റെ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഏക സാക്ഷി ലക്ഷ്മി മാത്രമാണ്. എന്താണെങ്കിലും രാമാനുജൻ ആ കേസ് ഏറ്റെടുത്ത് കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയും കോടതിയുടെ അടുത്ത് നിന്ന് സരസ്വതിയുടെ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള പെർമിഷൻ വാങ്ങിക്കുകയും
കാണിക്കുകയും ചെയ്തു. കൂടാതെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന സ്കൂൾ അധികൃതരെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള പെർമിഷനും കോടതിയിൽ നിന്ന് രാമാനുജൻ വാങ്ങിയെടുത്തു. അടുത്ത ഹിയറിംഗിൽ അവരെല്ലാം വരികയും ചെയ്തു. പ്രിൻസിപ്പളും മറ്റു രണ്ടുപേരും ചേർന്നിട്ടാണ് സരസ്വതിയെ ഉപദ്രവിച്ചതെന്നാണ് അവൾ മരിക്കുന്നതിന് മുൻപ് പറഞ്ഞത്. ആ പ്രിൻസിപ്പലിനെ രാമാനുജൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അയാൾ പറയുന്നുണ്ട് താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന്, ഈ പറയുന്ന കുട്ടിയെ തനിക്ക് അറിയത്തുമില്ല എന്ന്. രാമാനുജൻ ആ പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ലക്ഷ്മിയും പറയുന്നത് ഈ പ്രിൻസിപ്പൽ അല്ല തന്റെ മകളെ ഉപദ്രവിച്ചതെന്ന്. ലക്ഷ്മി ആ വീഡിയോയിൽ കണ്ടത് മറ്റൊരാളെയായിരുന്നു. എന്നാൽ നിലവിൽ 15 വർഷമായിട്ട് ഇയാളാണ് ഇവിടെ പ്രിൻസിപ്പളായിട്ടിരിക്കുന്നത്. പിന്നെ ആരെയാണ് നിങ്ങൾ കണ്ടതെന്ന് രാമാനുജൻ ചോദിക്കുന്നു. അവൾക്കും ആകെ കൺഫ്യൂഷനായി. കോടതിയുടെ സമയം പാഴാക്കുന്നു പറഞ്ഞിട്ട് ജഡ്ജി അവർക്ക് വാണിംഗ് കൊടുത്തിട്ട് നല്ല എവിഡൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ഹിയറിംഗിന് വന്നാൽ മതി എന്ന് പറയുന്നു. രാമാനുജനും ആകെ കൺഫ്യൂഷനിലായിരുന്നു. ലക്ഷ്മിയോട് അയാൾ വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ശരിക്കും കണ്ട ആ 3 പേര് ആരാണെന്ന്. വീഡിയോയിൽ കണ്ട 3 പേരെയും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടെന്ന് ലക്ഷ്മി പറയുന്നു. അവരാരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്കൂളിൽ ഇതുവരെ ഉണ്ടായിരുന്ന അധ്യാപകരുടെയും പ്രിൻസിപ്പൽസിന്റെ എല്ലാം തന്നെ ഫോട്ടോസ് എടുക്കുകയും അത് ലക്ഷ്മി കാണിക്കുകയും ചെയ്യുന്നു. അതിലൊരാളെ ലക്ഷ്മി ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, ഇയാളാണെന്ന് പറയുന്നു. എന്നാൽ അതെങ്ങനെയാണ് ശരിയാവുന്നതെന്നാണ് തിരിച്ച് രാമാനുജൻ ചോദിക്കുന്നത്. ലക്ഷ്മി പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ഉള്ളത് തന്നെയാണോ എന്ന് അയാൾക്കും ഡൗട്ട് തോന്നി തുടങ്ങിയിരുന്നു. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും സ്ഥാപിക്കാൻ പറ്റിയ ഒരു എവിഡൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി കേസ് നന്നായിട്ട് മുന്നോട്ടൊന്നും പോകാൻ പോകുന്നില്ല എന്ന് അയാൾ പറഞ്ഞതോടുകൂടി ലക്ഷ്മിയുടെ പ്രതീക്ഷയെല്ലാം നശിച്ചു. ലക്ഷ്മി അന്ന് രാത്രി അവൾക്ക് പരിചയമുള്ള ഒരു സ്ത്രീയെ പോയി കാണുന്നുണ്ട്. പല അസുഖങ്ങളുമായിട്ട് ഹോസ്പിറ്റലിൽ വന്ന് കിടന്നപ്പോൾ ലക്ഷ്മി പരിചയപ്പെട്ട ഒരു വയസ്സായ സ്ത്രീയായിരുന്നു അത്. ആ സ്ത്രീ അവളോട് പറയുന്നുണ്ട് എനിക്ക് കളക്ടറിനെ അറിയാം, അയാൾ ചിലപ്പോൾ നിന്നെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും, നീ അവിടേക്ക് വരാൻ. അവർ കളക്ടർ ഓഫീസിലായിരുന്നു ജോലി ചെയ്യുന്നത്. അങ്ങനെ കളക്ടറിന്റെ അടുത്ത് പോയിട്ട് ലക്ഷ്മി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് തന്റെ മകളുടെ കേസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന്. എന്നാൽ അതൊക്കെ പോലീസുകാരുടെ അടുത്ത് പോയി പറയാനാണ് കളക്ടർ പറയുന്നത്. ആ സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് നഗരത്തിലെ പോലീസുകാരും ഉയർന്ന ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ടെൻഷനായിട്ടിരിക്കുന്നതാണ്. കാരണം നഗരത്തിലെ പ്രധാനപ്പെട്ട 3 ആൾക്കാർ മരിച്ചിരിക്കുന്നു. അവരെല്ലാം ആരോ കൊന്നതാണ്. പത്രക്കാർ മുഴുവൻ പോലീസുകാരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയമാണ് ലക്ഷ്മി ആ പോലീസുകാരന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത് ഇവരെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൊലപാതകി ഞാനാണെന്ന്. കൊല്ലപ്പെട്ടത് ഒരു ജഡ്ജും SP-യും കളക്ടറുമായിരുന്നു. ഇവരെ എല്ലാം കൊന്നത് ലക്ഷ്മിയാണ്. ഇവർ 3 പേരുമാണ് തന്റെ മകളെ ഉപദ്രവിച്ചതെന്നാണ് ലക്ഷ്മി പറയുന്നത്. 3 പേരെയും കൊന്ന ലക്ഷ്മിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നു. അപ്പോഴും ലക്ഷ്മിക്ക് വേണ്ടി വക്കീലായിട്ട് വന്നത് രാമാനുജൻ തന്നെയായിരുന്നു. നീതി തേടി ഒരുപാട് ആൾക്കാരെടുത്ത് പോയെന്നും തന്റെ മകളുടെ കേസ് കൈകാര്യം ചെയ്യാൻ ആരും തയ്യാറായില്ല എന്നും അതുകൊണ്ട് നീതി ഞാൻ തന്നെ നടപ്പിലാക്കേണ്ടി വന്നുവെന്നുമാണ് ലക്ഷ്മി പറയുന്നത്. സ്വന്തം മകൾക്ക് വേണ്ടിയാണ് ലക്ഷ്മി ഇത് ചെയ്തതെന്ന് രാമാനുജൻ അറിയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ലക്ഷ്മിയുടെ ശിക്ഷയിൽ ഇളവ് വരുത്താനും അവളെ പ്രൊട്ടക്ട് ചെയ്യാനുമായിരുന്നു രാമാനുജൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ലക്ഷ്മിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞെങ്കിൽ മാത്രമേ അവളെ ഏതെങ്കിലും രീതിയിൽ രാമാനുജന് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ലക്ഷ്മിയുടെ പാസ്റ്റ് അന്വേഷിച്ച് രാമാനുജൻ പോകുന്നു. ലക്ഷ്മി അവളുടെ ഹസ്ബൻഡ് ആദിത്യയുമായിട്ട് പിരിഞ്ഞ് താമസിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് രാമാനുജൻ ആദിത്യയെ പോയി കാണുന്നു. അയാൾ മുംബൈയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആദിത്യയോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ലക്ഷ്മിയും ഞാനും ഒരു ഹോസ്പിറ്റലിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. പതിയെ പതിയെ ആദിത്യക്ക് ലക്ഷ്മിയോട് പ്രണയം തോന്നി തുടങ്ങിയെന്നും ആദ്യമൊക്കെ ലക്ഷ്മിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ പതിയെ പതിയെ അവളും ആദിത്യയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഒരു ഓർഫൻ ആയതുകൊണ്ട് തന്നെ അവൾ വളർന്നതും പഠിച്ചതും എല്ലാം ഓർഫനേജിൽ നിന്നായിരുന്നു. ലൈഫിൽ ആദ്യത്തെ കൂടെ കൂടിയ ശേഷം വീണ്ടും എപ്പോഴെങ്കിലും തനിച്ചാകുമോ എന്നുള്ള പേടി അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അവൾ റിലേഷൻഷിപ്പിന് പോലും താല്പര്യം കാണിക്കാതിരുന്നത്. എന്നാൽ നിന്നെ വിട്ടിട്ട് ഞാൻ ഒരിക്കലും പോകില്ല എന്ന് ആദിത്യ അവൾക്ക് വാക്കു കൊടുക്കുന്നു. ആദിത്യയുടെ വീട്ടുകാർക്കും അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവരെല്ലാവരും ചേർന്നിട്ട് അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞെങ്കിലും ഒരു ഫിസിക്കൽ റിലേഷനിലേക്ക് പെട്ടെന്ന് കടക്കാൻ ലക്ഷ്മിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി ആദിത്യയാകട്ടെ അവരുടെ നടുക്കായിട്ട് പില്ലോസ് വെച്ചിട്ടായിരുന്നു കിടന്നിരുന്നത്. അവളും അത് കാരണം സമാധാനത്തോടെ ഉറങ്ങി. ആദിത്യ ഒന്നിനും അവളെ ഫോഴ്സ് ചെയ്തില്ല. പക്ഷെ ആദിത്യയുടെ പേരൻസ് അവരെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടി. അപ്പോഴും ആദിത്യ അവളോട് പറഞ്ഞത് നിനക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്കൊരു കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചാൽ മതിയെന്ന്. പക്ഷെ എന്റെ വീട്ടുകാര് ഒരു ചെറുമകനോ ചെറുമകൾക്കോ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാമെന്ന് അവൾ പറയുമ്പോഴും അവരാഗ്രഹിക്കുന്നത് ബ്ലഡ് റിലേഷനിലുള്ള ഒരു കുഞ്ഞിനെയാണ്. അഡോപ്റ്റ് ചെയ്താൽ ചിലപ്പോൾ അത് പ്രശ്നമാകുമെന്ന് ആദിത്യ പറയുന്നു. അങ്ങനെ ആ പേരും പറഞ്ഞിട്ടായിരുന്നു അവർ പിരിഞ്ഞത് തന്നെ. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിനോട് എന്തുകൊണ്ടോ ലക്ഷ്മിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സരസ്വതി ആരാണെന്ന് രാമാനുജൻ ചോദിക്കുമ്പോൾ ആദിത്യ പറയുന്നുണ്ട് എനിക്ക് ലക്ഷ്മിക്കും കുട്ടികൾ ആരുമില്ല എന്ന്. രാമാനുജൻ വീണ്ടും കൺഫ്യൂഷനിലായി. അയാൾ തന്റെ അസിസ്റ്റന്റിനെ വിട്ട് ലക്ഷ്മി താമസിച്ചിരുന്ന ഏരിയയിൽ അന്വേഷിക്കുന്നു. എല്ലാവരും പറയുന്നത് ലക്ഷ്മി അവളുടെ മകളെ ഓർത്ത് ഭയങ്കര സങ്കടത്തിലായിരുന്നു എന്നാണ്. ശരിക്കും സരസ്വതി എന്ന് പറയുന്ന കുട്ടി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലക്ഷ്മി സരസ്വതിയെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്കും രാമാനുജൻ പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ വാച്ച്മാനോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അന്ന് ഞാൻ നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കയ്യിൽ എന്തോ താങ്ങി പിടിച്ച് വരുന്ന പോലെയാണ് അവർ വന്നത്. പക്ഷെ അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കുഴിയെടുത്ത് എന്തിനെയോ കുഴിച്ചിടുന്നുണ്ടായിരുന്നു. പക്ഷെ അവര് ഒരു ബോഡി കൊണ്ടുവന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതൊക്കെ അന്ന് പോലീസുകാരോട് പറഞ്ഞിരുന്നെങ്കിൽ മദ്യലഹരിയിൽ ഞാൻ വെറുതെ ഓരോ പിച്ചുമ്പയും പറയാണെന്ന് അവരെന്നോട് പറഞ്ഞേനെ. അതുകൊണ്ടാണ് ഇതൊന്നും ഞാൻ അന്ന് പറയാതിരുന്നത്. ഇതോടെ രാമാനുജന് ഏകദേശം ഉറപ്പായി ലക്ഷ്മി പറയുന്ന പോലെ സരസ്വതി എന്ന് പറയുന്ന ഒരു മകൾ അവൾക്കില്ല. അങ്ങനൊരു മകളെ ആരും കണ്ടിട്ടുമില്ല. പക്ഷെ അവൾ ഫോട്ടോയിൽ കാണിച്ച ആ പെൺകുട്ടി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദിത്യക്ക് ആ ഫോട്ടോ രാമാനുജൻ അയച്ചു കൊടുക്കുന്നു. ആ ഫോട്ടോ കണ്ടിട്ട് ആദിത്യ അയാളോട് പറയുന്നുണ്ട് ഇത് ലക്ഷ്മിയുടെ തന്നെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആണെന്ന്.
അവളുടെ പൂർണ്ണമായിട്ടുള്ള പേര് ലക്ഷ്മി സരസ്വതി എന്നാണ്. ഇത് കേട്ടതോടെ രാമാനുജന് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയറായി. ലക്ഷ്മി തന്നെയാണ് സരസ്വതി. ആ ഫോട്ടോയിലുള്ളതും ലക്ഷ്മി തന്നെയാണ്. അവൾക്ക് സരസ്വതി എന്ന് പറയുന്നൊരു മകളല്ല ഉള്ളത്. അവളുടെ മകൾക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ എന്തായിരിക്കാമെന്ന് അയാൾ ചിന്തിക്കുന്നു. ലക്ഷ്മിയുടെ ഈ മാനസികാവസ്ഥ ഒരു ഡോക്ടറിന്റെ അടുത്ത് അവതരിപ്പിക്കുകയായിരുന്നു പിന്നീട് രാമാനുജൻ ചെയ്തത്. ആന്റണി എന്നായിരുന്നു ആ ഡോക്ടറിന്റെ പേര്. എല്ലാ കാര്യങ്ങളും കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഒരുപക്ഷെ പാസ്റ്റിലുണ്ടായ ഒരു ട്രോമയായിരിക്കാം ലക്ഷ്മിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന്. അയാളുടെ സഹായത്തോടു കൂടി സത്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയെ ഹിപ്നോട്ടിസം ചെയ്യാൻ തീരുമാനിക്കുന്നു. ലക്ഷ്മിയോടും ഇത് പറയുന്നുണ്ട്. അവളെ ഹിപ്നോട്ടിസ് ചെയ്യുന്ന വീഡിയോ റെക്കോർഡ് ചെയ്ത് കോർട്ടിൽ ഹാജരാക്കുകയാണെങ്കിൽ അതൊരു വലിയ എവിഡൻസ് ആയിരിക്കും. അങ്ങനെ ആന്റണി അവളെ ഹിപ്നോട്ടിസം ചെയ്യുന്നു. അപ്പോഴാണ് ലക്ഷ്മി തന്റെ കഥ പറയുന്നത്. ശരിക്കും ലക്ഷ്മി എന്നത് അവളുടെ അമ്മയുടെ പേരായിരുന്നു. അവളുടെ പേര് സരസ്വതി എന്നാണ്. ലക്ഷ്മിയുടെയും പ്രഭാകരന്റെയും മകളായിട്ടാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്ന സരസ്വതി ജനിച്ചത്. തങ്ങളുടെ മകളെ അവർ രണ്ടുപേരും വളരെയധികം സ്നേഹിച്ചായിരുന്നു വളർത്തിയിരുന്നത്. അവൾക്കും തന്റെ പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനായിരുന്നു. ഇൻഡിപെൻഡൻസ് ഡേയിൽ തന്നെയായിരുന്നു അവളുടെ പിറന്നാളും. അന്ന് ഫംഗ്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ സ്ഥലത്തെ എസ്പിയും സ്കൂളിലെ പ്രിൻസിപ്പളും ഇവരുടെ സുഹൃത്തായിട്ടുള്ള ലോയറും അവിടെ ഉണ്ടായിരുന്നു. സരസ്വതി തന്റെ സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ മിഠായി വിതരണം ചെയ്യുന്നു. അങ്ങനെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും എല്ലാം കൊടുത്ത ശേഷം പ്രിൻസിപ്പലിനും മിഠായി കൊടുക്കാൻ വേണ്ടിയിട്ട് സരസ്വതി അവിടേക്ക് ചെല്ലുമ്പോൾ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ മൂന്നുപേരും. ആ മദ്യലഹരിയിൽ അവളെ അവർ അവിടെ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കുന്നു. അവളെ കാണാതെ തിരഞ്ഞെത്തിയ മാതാപിതാക്കൾ അവിടെയെല്ലാം അവളെ അന്വേഷിച്ചെങ്കിലും സരസ്വതി എവിടെയും കണ്ടെത്താൻ സാധിച്ചില്ല. എവിടെയെങ്കിലും പോയെങ്കിൽ അവൾ ഉറപ്പായിട്ടും വീട്ടിലേക്ക് വരുമെന്ന് കരുതി ആകെ ടെൻഷനോട് കൂടി അവർ വീട്ടിലേക്ക് തിരിച്ചെത്തി. ആ സമയം പ്രിൻസിപ്പലിന്റെ റൂമിന്റെ ബാക്കിലായിട്ട് ഒരു റൂമിൽ അവശനിലയിൽ കിടന്നിരുന്ന സരസ്വതി അവിടെ ഉണ്ടായിരുന്ന ലാൻഡ് ലൈനിൽ നിന്നും ഇവരുടെ വീട്ടിലേക്ക് വിളിക്കുന്നു. തന്നെ പ്രിൻസിപ്പളും മറ്റു രണ്ടുപേരും ചേർന്ന് ഉപദ്രവിച്ചുവെന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണമെന്നും പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും നേരെ സ്കൂളിലേക്ക് പോയി അവശനിലയിൽ കിടക്കുന്ന തങ്ങളുടെ മകളെയും എടുത്തുകൊണ്ട് നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. തുളസി എന്ന് പറയുന്ന ഡോക്ടറായിരുന്നു അന്ന് സരസ്വതിയെ പരിശോധിച്ചത്. അവളുടെ ഇന്റേണൽ ഓർഗൻസിനെല്ലാം തന്നെ ഒരുപാട് കേടുപാടുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നു. എന്റെ മകൾക്ക് ഭാവിയിൽ ഒരു അമ്മയാകാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, അവളൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യും. പക്ഷേ അവളുടെ ശരീരത്തിനും മനസ്സിനും ഏറ്റ ആ മുറിവുണ്ടല്ലോ, അതവളെ ജീവിതകാലം മുഴുവൻ വേട്ടയാടുമെന്ന് സരസ്വതിയുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അവൾക്ക് നീതി വാങ്ങി കൊടുക്കണമെന്ന് കരുതിയിട്ട് തന്നെയാണ് അവർ ഒരു കേസ് കൊടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അതിനൊരു എവിഡൻസും ഇല്ലല്ലോ എന്ന് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സരസ്വതി പറയുന്നുണ്ട് എവിഡൻസ് ഉണ്ടെന്ന്. സരസ്വതി ഇവർ മൂന്നുപേരും ഉപദ്രവിക്കുമ്പോൾ അവർ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവളെ കൊന്നുകളയണോ അതോ വെറുതെ വിടണോ എന്ന്. കൊന്നുകളഞ്ഞാൽ വലിയ പ്രശ്നമാകും, വെറുതെ വിട്ടുകഴിഞ്ഞാൽ ഇവളിനി വീട്ടിൽ പോയി പറഞ്ഞ് ഇവളുടെ വീട്ടുകാരെ എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്താൻ എന്തെങ്കിലും വേണോന്ന് കരുതിയിട്ട് ഇവളെ ഉപദ്രവിക്കുന്ന വീഡിയോ എല്ലാം തന്നെ അവർ ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കാസറ്റിലാക്കിയാണ് അവർ വെച്ചിരുന്നത്. ഇതെല്ലാം അവശനിലയിൽ കിടക്കുന്ന സരസ്വതി കേട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ശ്രദ്ധ തിരിഞ്ഞ സമയത്ത് അവൾ ആ കാസറ്റ് മാറ്റിവെക്കുകയും പകരം അതിനുള്ളിൽ മറ്റൊരു കാസറ്റ് ഇട്ട് വെക്കുകയും ചെയ്യുന്നു. തങ്ങൾ റെക്കോർഡ് ചെയ്ത സാധനമാണെന്ന് കരുതിയിട്ട് ആ ക്യാമറയിൽ കിടന്ന കാസറ്റ് എടുത്തുകൊണ്ട് അവർ അവിടെ നിന്നും പോയി. അതുകൊണ്ട് ആ കാസറ്റില് എല്ലാ തെളിവുകളും ഉണ്ടെന്ന് സരസ്വതി പറയുമ്പോൾ സരസ്വതിയുടെ അച്ഛൻ പ്രഭാകർ ആ കാസറ്റ് കണ്ടെടുക്കുകയും തന്റെ ക്യാമറയിലിട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട്. തന്റെ മകളെ ഉപദ്രവിക്കുന്ന ആ ദൃശ്യങ്ങൾ അയാൾക്ക് കണ്ടു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. അവർക്ക് വിശ്വാസമുള്ള ഒരു ലോയറെ കണ്ട് ആ എവിഡൻസ് അവർ ഏൽപ്പിക്കുകയും തങ്ങളുടെ മകൾക്ക് നീതി വാങ്ങി കൊടുക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. കോടതിയിൽ കേസെത്തി. ഈ മൂന്നു പേർക്കുമെതിരെയാണ് അവർ കംപ്ലൈന്റ് കൊടുത്തത്. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവർ വിശ്വസിച്ച ആ വക്കീല് ചതിച്ചു. കുട്ടി ഉപദ്രവിക്കപ്പെട്ടതിൽ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ തന്റെ കയ്യിൽ ഒരു തെളിവുമില്ലാന്നാണ് ആ വക്കീല് പറഞ്ഞത്. അത് കേട്ട് സരസ്വതിയുടെ അമ്മയച്ഛനും ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. കേസ് തോറ്റ് അവർ പുറത്തേക്കിറങ്ങിയപ്പോൾ ആ വക്കീല് വന്ന് അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ എനിക്കും 2 പെൺകുട്ടികളാണുള്ളത്. ആ 3 പേർക്കുമെതിരെ ആ തെളിവ് ഹാജരാക്കുകയാണെങ്കിൽ എന്റെ കുട്ടികളെയും അവർ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും അവരുടെ കൂടെ ആ MLAയും അവർക്ക് സപ്പോർട്ടിനുണ്ടെന്നും പറയുന്നു. MLAയുടെ ഭീഷണി കാരണമാണ് ലോയർ ആ തെളിവ് അയാളുടെ കയ്യിൽ കൊടുത്ത് തന്റെ പെൺമക്കളുടെ മാനമെങ്കിലും രക്ഷിച്ചത്. ഇത് കേട്ട് ദേഷ്യം വന്ന സരസ്വതിയുടെ അമ്മയാകട്ടെ പുറത്തേക്കിറങ്ങി വന്ന് ആ പ്രിൻസിപ്പൽ ഉൾപ്പെടെ ബാക്കി 2 പേരുടെയും കൂടെ സംസാരിച്ചുകൊണ്ടുവന്ന MLAയുടെ മുഖത്തടിക്കുകയും അയാളെ കുറെ തെറി പറയുകയും ചെയ്യുന്നുണ്ട്. ആ ദേഷ്യത്തില് MLA തന്റെ ആൾക്കാരെ വിട്ട് സരസ്വതിയുടെ അമ്മ ലക്ഷ്മിയെയും അവളുടെ അച്ഛൻ പ്രഭാകരനെയും ഉപദ്രവിക്കുകയും സരസ്വതിയുടെ കൺമുന്നിൽ വെച്ചിട്ട് ഇവരെ 2 പേരെയും തീകൊളുത്തി കൊല്ലുകയും ചെയ്യുന്നു. അത് കണ്ട് ബോധം കെട്ട് കിടക്കുകയായിരുന്നു സരസ്വതി. അങ്ങനെയാണ് അവൾ അനാഥയായി മാറിയത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് സരസ്വതി ഈ ട്രോമ കാരണം വല്ലാതെ വിറയ്ക്കുകയായിരുന്നു. അത് കണ്ട ആ ഡോക്ടറാകട്ടെ പെട്ടെന്ന് അവൾക്ക് സെഡേറ്റീവ്സ് കൊടുക്കുന്നു. അവൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടാകുമെന്ന് രാമാനുജൻ പറഞ്ഞെങ്കിലും ആ ഡോക്ടർ പറയുന്നുണ്ട് അവൾ ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ അത് അവളുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കും. അവൾ മെന്റലി ബ്രേക്ക് ഡൗൺ ആവും, അവളുടെ മാനസിക നില കംപ്ലീറ്റ് ആയിട്ട് തകരും. ഇതെല്ലാം അവളുടെ ഉപബോധം മനസ്സിലുള്ളതാണ്. പക്ഷെ പുറമെ നമ്മൾ കാണുന്ന സരസ്വതിയെ സംബന്ധിച്ച് അവൾ സ്വയം ലക്ഷ്മിയായിട്ടാണ് വിശ്വസിക്കുന്നത്. അവൾക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവളുടെ മകൾ സരസ്വതിക്ക് സംഭവിച്ചതായിട്ടാണ് അവൾ കരുതുന്നതും. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരിക്കുന്നതാ നല്ലത്. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം കോടതിയെ കൂടി ബോധിപ്പിക്കണം. ശരിക്കും ഇവളുടെ പേര് സരസ്വതി എന്നാണെന്നും തന്റെ മകൾക്ക് സംഭവിച്ച കാര്യങ്ങൾ ശരിക്കും ഇവൾക്ക് തന്നെയാണ് സംഭവിച്ചതെന്ന് കോടതിയുടെ മുന്നിൽ വെച്ച് ആരെങ്കിലും ഇവളോട് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് അത് ഇവളെ തകർക്കാൻ കാരണമാകും. അതുകൊണ്ട് അടുത്ത ഹിയറിംഗിന് ഇവളെ കൊണ്ടുപോകണ്ട എന്നാണ് അവർ തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ജഡ്ജിയോട് സംസാരിച്ച് പ്രത്യേക പെർമിഷൻ വാങ്ങിയാണ് രാമാനുജൻ അടുത്ത ഹിയറിംഗിന്
തന്നെയാണ് എത്തുന്നത്. ലക്ഷ്മിയെ ഹിപ്നോട്ടിസം ചെയ്ത വീഡിയോയും അവൾക്ക് ഫാന്റസി പ്രോൺ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മാനസിക രോഗം ഉണ്ടെന്നുള്ള തെളിവും എല്ലാം തന്നെ അയാൾ കോടതിയിൽ ഹാജരാക്കുന്നു. അവൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ പ്രിൻസിപ്പലും സിഎയും ഒരു ലോയറും ചേർന്നിട്ട് അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. വർഷങ്ങൾക്കിപ്പുറം അതിലൊരാൾ ജഡ്ജിയും മറ്റൊരാൾ SP-യും മൂന്നാമത്തെ ആൾ കളക്ടറുമായി. ആ 3 പേരെയാണ് അവൾ ഇവിടെ വെച്ച് കൊന്നത്. അതുകൊണ്ട് മറ്റു ക്രിമിനലിനെ കാണുന്ന രീതിയിൽ സരസ്വതിയെ കാണാൻ പാടില്ലെന്നും രാമാനുജൻ പറയുന്നു. മാനസിക നില തകരാറിലായിരിക്കുന്ന ഒരു സ്ത്രീ തനിക്ക് വേണ്ടി സ്വയം നീതി നടപ്പിലാക്കി അങ്ങനെ മാത്രം കരുതിയാൽ മതി. അവളുടെ ഹസ്ബൻഡ് ആദിത്യയുമായിട്ട് അവൾ പിരിഞ്ഞ ശേഷം വീണ്ടും അവളുടെ അനാഥയായിട്ട് അവൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ആ ട്രോമയാണ് തനിക്കൊരു മകളുണ്ടെന്ന് അവൾ ഇമാജിൻ ചെയ്യാനും താൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ അനുഭവിച്ചു എന്ന് ചിന്തിക്കാനും ഇടയാക്കിയത്. സരസ്വതിയെ വർഷങ്ങൾക്ക് മുമ്പ് ചികിത്സിച്ചിരുന്ന ആ ഡോക്ടറെയും ഇവർ കോർട്ടിലേക്ക് വിളിക്കുന്നു. അവര് പറയുന്നുണ്ട് ഇവളുടെ അച്ഛനും അമ്മയും മരിച്ച രാത്രിയില് അബോധാവസ്ഥയില് സരസ്വതി ആരോ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണെന്ന്. പക്ഷെ അവളെ സംബന്ധിച്ച് ആ നടന്ന കാര്യങ്ങളെല്ലാം അവൾ മറന്നിട്ടുണ്ടായിരുന്നു. ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് കുട്ടികൾക്ക് മിഠായിയുമായിട്ട് സ്കൂളിലേക്ക് പോയതുവരെയുള്ള കാര്യങ്ങൾ മാത്രമേ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവൾക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം അവൾ മറന്നുപോയിട്ടുണ്ടായിരുന്നു. ആ ഓർമ്മകളൊക്കെ അവളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൾ മെന്റലി ബ്രേക്ക് ഡൗൺ ആകുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവൾക്ക് സംഭവിച്ച കാര്യങ്ങളൊന്നും ഡോക്ടർ പിന്നീട് അവളോട് പറയാതിരുന്നതും. അമ്മയച്ഛന് നഷ്ടപ്പെട്ട സരസ്വതിയെ അന്ന് ഹോസ്പിറ്റലിൽ നിന്നും ഓർഫനേജിൽ കൊണ്ടാക്കിയതും ഇതേ ഡോക്ടർ തന്നെയായിരുന്നു. രാമാനുജൻ കോർട്ടിനോട് പറയുന്നുണ്ട് സരസ്വതിക്ക് കിട്ടേണ്ട നീതി എവിടെ നിന്നും കിട്ടിയിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് അവൾക്ക് സംഭവിച്ച കാര്യങ്ങൾ ഈ കോടതിയിൽ വന്ന് പറയുകയും അവൾക്ക് നീതി നേടിക്കൊടുക്കാൻ അവളുടെ പേരൻസ് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അന്ന് വില്ലനായിട്ട് നിന്നത് ഉയർന്ന പദവിയിലിരിക്കുന്ന ഇതേ ആൾക്കാർ തന്നെയായിരുന്നു. ഇവിടെ നിന്നല്ലെങ്കിൽ അവർക്ക് പിന്നെ എവിടെ നിന്ന് നീതി കിട്ടാനാണ്? ഇവിടെ നിന്ന് കിട്ടാത്ത നീതിയാണ് അവൾ സ്വയം നടപ്പിലാക്കിയത്. അതുകൊണ്ട് അവളെ പൂർണ്ണമായിട്ടും കുറ്റക്കാരിയായിട്ട് പറയാനും പറ്റില്ലെന്ന് രാമാനുജൻ പറയുന്നുണ്ട്. അവളുടെ ഡിസോർഡറും മാനസിക നിലയെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് വേണം അവൾക്കൊരു ശിക്ഷ കൊടുക്കാനെന്നാണ് രാമാനുജൻ വാദിക്കുന്നത്. അങ്ങനെ കോടതിയും ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് പരിഗണിക്കുന്നു. പിറ്റേ ദിവസം ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അതിനുശേഷമാണ് അവളുടെ വിധി വരുന്നത്. ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് അവളെ കാണാൻ വേണ്ടി രാമാനുജൻ പോകുന്നുണ്ട്. അന്ന് തന്നെ അവളുടെ പിറന്നാളായിരുന്നല്ലോ. അയാൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അവൾക്ക് അതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അവൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ് പറയുന്നത്. ഫംഗ്ഷന് വേണ്ടിയിട്ട് അവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഒരു ബഹളം കേൾക്കുന്നത്. രാമാനുജൻ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് സരസ്വതി അവിടെ ഉണ്ടായിരുന്ന മന്ത്രിയെ കുത്തിക്കൊല്ലുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് അവളെ ഉപദ്രവിച്ച ആൾക്കാരെ സഹായിച്ചത് ഒരു MLA ആയിരുന്നല്ലോ. ആ MLA ഇപ്പോൾ മന്ത്രിയാണ്. അതേ മന്ത്രിയെ തന്നെയാണ് അവൾ ഇപ്പോൾ കുത്തിക്കൊന്നതും. ഓൾറെഡി 3 പേരെ കൊന്നു. അതിന്റെ കൂടെ ഈ ഒരു കേസും കൂടെ ആയതോടുകൂടി എതിർഭാഗം വക്കീല് ഇവൾക്ക് കടുത്ത ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്നു. എന്നാൽ രാമാനുജൻ വീണ്ടും കോടതിയോട് പറയുന്നുണ്ട് ഇതൊരു റിവഞ്ചായിട്ട് കാണരുതെന്നും അവളുടെ മാനസിക നില അങ്ങനെയാണെന്നും. ജഡ്ജിയും ചോദിക്കുന്നുണ്ട് നിയമം നിങ്ങൾ എന്തിനു കയ്യിലെടുത്തുവെന്ന്. നിയമം നിങ്ങൾ പറയുന്നതല്ലാതെ നിയമത്തിനനുസരിച്ച് ഇവിടെ എന്താ നടക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. തന്റെ മകളെ 3 പേര് ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നു. അവരെയെല്ലാം ഞാനും കൊന്നു. ഇപ്പോഴും അവൾ തന്റെ മകൾക്ക് വേണ്ടിയിട്ട് നീതി നടപ്പിലാക്കി എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം തനിക്ക് സംഭവിച്ചതാണെന്ന് അവൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരുന്നില്ല. ദേഷ്യം വന്ന എതിർഭാഗം വക്കീലാകട്ടെ അവളോട് പറയുന്നുണ്ട് നിന്റെ മകളെയല്ല നിന്നെയാണ് അവർ ഉപദ്രവിച്ചതെന്ന്. നീ സ്വയം ലക്ഷ്മി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. നീ ശരിക്കും ലക്ഷ്മിയല്ല, നീ തന്നെയാണ് സരസ്വതി എന്ന്. അത് കേട്ടതോടുകൂടി അവൾ ആകെ വയലന്റ് ആകാൻ തുടങ്ങി. ചെവി പൊത്തിപ്പിടിച്ച് ഒരിക്കലുമല്ല, ഞാൻ ലക്ഷ്മി തന്നെയാണ്, എന്റെ മകൾക്കാണ് ഇത് സംഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവളുടെ അവസ്ഥ കണ്ട് തൽക്കാലം രാമാനുജൻ കോടതി മുറിയിൽ നിന്നും അവളെ പുറത്തേക്ക് മാറ്റി നിർത്തി. രാമാനുജൻ കോടതിയോട് പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയെ 2 തവണ റേപ്പ് ചെയ്ത ഒരാളെ 200 സ്ത്രീകൾ കയറി കോർട്ട് റൂമിൽ വെച്ചിട്ട് കുത്തിക്കൊന്നൊരു കേസുണ്ട്. അവർക്ക് നീതിയും ന്യായവും ലഭിക്കാത്തത് കൊണ്ടാണ് അവർ ചെയ്തത്. ഇവിടെയും നീതിക്കും ന്യായത്തിനും വേണ്ടിയിട്ട് സരസ്വതിയുടെ പേരൻസ് പലയിടങ്ങളിലും കയറിയിറങ്ങിയതാണ്. അവർക്ക് ആർക്കും നീതി ലഭിച്ചില്ല. ആ ട്രോമയാണ് ഇന്നും അവളുടെ മനസ്സിലുള്ളത്. ശരിക്കും തനിക്കാണ് ഇത് സംഭവിച്ചതെന്ന് പോലും ചിന്തിക്കാതെയാണ് ആ ട്രോമയിൽ ജീവിക്കുന്ന അവൾ ഈ ക്രൈമെല്ലാം ചെയ്തത്. അതുകൊണ്ട് അവളുടെ ഡിസോർഡർ പരിഗണിച്ച് വേണം ശിക്ഷ കൊടുക്കാനെന്നും പറയുന്നു. അങ്ങനെ വളരെ കുറഞ്ഞൊരു ശിക്ഷയാണ് കോടതി അവൾക്ക് വേണ്ടി വിധിക്കുന്നത്. അവളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് വിടുന്നു അവർ. പിന്നീട് കാണിക്കുന്നത് കുറെ മാസങ്ങൾക്ക് ശേഷമാണ്. ഒരു ദിവസം അവളെ കാണാൻ വേണ്ടിയിട്ട് രാമാനുജൻ ചെല്ലുമ്പോൾ അവളാകട്ടെ അയാളോട് പറയുന്നുണ്ട് നിങ്ങളെപ്പോഴൊരാൾ അന്നുണ്ടായിരുന്നെങ്കിൽ ആ തെളിവുകളൊന്നും കൈമോശം വന്നു പോകില്ലായിരുന്നു. അന്ന് തന്നെ എനിക്ക് നീതി കിട്ടിയേനെ. അവൾ ആ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ രാമാനുജൻ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അവളോട് യാത്ര പറഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴാണ് രാമാനുജൻ ആ കാര്യങ്ങൾ ഓർക്കുന്നത്. സരസ്വതിയെ സംബന്ധിച്ച് അവൾക്ക് ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അവൾ ഇപ്പോൾ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെപ്പോഴൊരാൾ ഉണ്ടായിരുന്നെങ്കിൽ അന്നേ എനിക്ക് നീതി കിട്ടുമായിരുന്നു എന്നാണ്. അതിനർത്ഥം അവൾക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. ഇനിയാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ശരിക്കും സരസ്വതിയും അവളുടെ ഹസ്ബൻഡ് ആദിത്യയും തമ്മിൽ പിരിഞ്ഞിട്ടില്ല. വിവാഹശേഷം ഇവർ സന്തോഷത്തോടെ കഴിയുകയായിരുന്നല്ലോ. ആദിത്യയുടെ പേരൻസ് ഒരു കുട്ടിക്ക് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ആ ആഗ്രഹത്തെ പറ്റി ആദിത്യ സരസ്വതിയോടും പറയുന്നു. സരസ്വതിയും പതിയെ പതിയെ ആദിത്യയുടെ കൂടെ കൂടുതൽ അടുക്കാൻ തുടങ്ങി. അതുവരെ അയാളുമായിട്ട് ഫിസിക്കലായിട്ട് കൂടുതൽ അടുത്തിടപഴകാതിരുന്ന അവൾ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അയാളുടെ കൂടെ അടുത്തിടപഴകാൻ തുടങ്ങി. ആ സമയമാണ് വർഷങ്ങൾക്ക് മുമ്പ് താൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിലേക്ക് വരുന്നത്. തന്നെ 3 പേർ ചേർന്ന് റേപ്പ് ചെയ്ത കാര്യങ്ങളെല്ലാം അപ്പോൾ അവൾ ഓർത്തെടുക്കുന്നു. മാനസികമായിട്ട് അതവളെ വല്ലാതെ തളർത്തി. ആ ആൾക്കാരോട് പകരം വീട്ടണമെന്ന് അവളുടെ മനസ്സിൽ അതിയായ ആഗ്രഹം തോന്നി. ആദിത്യ അവളുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു.
അവരെ കൊല്ലണമെന്ന് തന്നെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ ഒരു പ്ലാൻ ഇടുന്നു. അവൾക്കൊരു മാനസിക രോഗമുണ്ടെന്ന് കാണിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവൾ ഫാന്റസി പ്രോൺ ഡിസോർഡർ ഉള്ള പോലെ അഭിനയിച്ചത്. ഇല്ലാത്തൊരാള് ഉള്ളതായിട്ട് മറ്റുള്ളവരെ കാണിക്കുക, തനിക്ക് സംഭവിച്ചതെല്ലാം തന്റെ മകൾക്ക് സംഭവിച്ചു എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുക. അവള് പക്ഷെ അങ്ങനെ ആരെങ്കിലും കൊന്നുകഴിഞ്ഞാൽ അവളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല വക്കീല് വേണമായിരുന്നു. അങ്ങനെ അവർ കുറെ തിരഞ്ഞുപിടിച്ചിട്ടാണ് രാമാനുജനെ കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ആ കളക്ടറിനെയും മറ്റുള്ളവരെയും കൊല്ലാൻ വേണ്ടിയിട്ട് അവൾക്ക് തോക്കുകൊടുത്ത് സഹായിച്ചതും ആ വൃദ്ധയായ സ്ത്രീയായിരുന്നു. ഇതെല്ലാം തന്നെ ഇവർ രണ്ടുപേരും നടത്തിയ പ്ലാനിംഗ് ആണ്. തനിക്ക് കിട്ടാതെ പോയ നീതി തനിക്കില്ലാത്ത മകളുടെ പേരും പറഞ്ഞിട്ട് വാങ്ങിച്ചെടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. രാമാനുജൻ ഇത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അവരോടത് ചോദിക്കുകയും ചെയ്യുന്നു. അയാളോട് അവർ സോറി പറയുന്നുണ്ട്. അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് രാമാനുജനെ അവർ യൂസ് ചെയ്തതിന്റെ പേരിൽ. പക്ഷെ രാമാനുജന് അതിലൊരു വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം എന്തൊക്കെയാണെങ്കിലും ഇവിടെ നീതി ലഭിക്കേണ്ടത് സരസ്വതിക്ക് തന്നെയായിരുന്നു. അങ്ങനെ അത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.